ഭയങ്കര ഫുഡിയാണ്, എന്നാൽ വെയിറ്റ് ലോസ് നോക്കും വേണം. അങ്ങനത്തെ ഒരു പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ബെസ്റ്റ് റെസിപ്പിയാണ് വെയിറ്റ് ലോസ് പക്കോട. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാബേജാണ്. അപ്പോൾ നമ്മൾ ക്യാബേജ് ഇങ്ങനെ അരിയും, ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് ക്യാരറ്റും ഇതേപോലെ ഏകദേശം ഒരു നീളത്തിൽ കുനുകുന ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരുപാട് കുനുകുനാക്കണ്ട, ഇങ്ങനെ നീളത്തിൽ നമ്മൾ ഈ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ, സവാളയൊക്കെ അരിയില്ല അതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതിയേ. അപ്പം ക്യാബേജ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു കഷ്ണം ക്യാബേജാണ്. ഒരു കഷ്ണം ക്യാബേജ്, ഒരു ക്യാരറ്റ് ഫുൾ എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വെയിറ്റ് ലോസിന് പറ്റിയ ടൈപ്പ് ഓഫ് പച്ചക്കറി തന്നെ നമ്മൾ എടുക്കണം ഈ ഒരു പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം അല്ലാത്ത വെയിറ്റ് ലോസിന് ഇപ്പോൾ പൊട്ടാറ്റോ അങ്ങനത്തെ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വെജിറ്റബിൾസ് തന്നെ ഉപയോഗിക്കണം. പിന്നെ എടുത്തത് സവാളയാണ്. സവാള ഞാൻ 2 സവാള എടുത്തു, അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു. പിന്നെ വേണ്ടത് മല്ലിയില. മല്ലിയില പിന്നെ കറിവേപ്പില വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ മല്ലിയിലയാണ് എടുത്തത്. മല്ലിയില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു. എൻ്റെ ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ടു, സവാള ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു, പിന്നെ നമ്മുടെ മല്ലിയില ഇട്ടു. ഓക്കെ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കടലപ്പൊടി കേട്ടോ, കടലമാവ് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടു. എന്നിട്ട് പിന്നെ കുറച്ച് ഒന്ന് ഇളക്കി കൊടുത്തു, എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് കുഴച്ചിട്ടില്ല, അപ്പോഴും നോക്കണം കേട്ടോ. ഇതിങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൽ ഇപ്പം ഞാൻ ഇട്ടപ്പോൾ കണ്ടില്ല, അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ വേറെ കിടക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ടേബിൾ സ്പൂണും കൂടി കടലമാവ് ഇട്ടു. ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി. നമുക്ക് എന്താ വെച്ചാൽ കടലമാവാണെങ്കിലും കുഴപ്പമില്ല, കാരണം പ്രോട്ടീനാണ്. ഓക്കെ. അപ്പോൾ പക്ഷേ എന്നിട്ട് ഒരുപാട് ഇടണ്ട. അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചക്കറീൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ഇടാൻ. ഏകദേശം നമുക്കൊന്ന് കുഴച്ചിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കണം. നമ്മളൊരു പാൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ ഓയിലൊന്ന് വെറുതെ ഒന്ന് തുടച്ചു കൊടുക്കില്ല എൻ്റെ മുകളിൽ, അങ്ങനെ തുടച്ചൊന്ന് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, ഒഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളിങ്ങനെ പാൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ പരത്തി ഇട്ടിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ സാധനം എല്ലാം കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കണം എന്നൊന്നുമില്ല, കാരണം അത് നൈസായിട്ടാണ് നമ്മൾ അരിഞ്ഞതും ഈ ഇടുന്നതും കനം കുറച്ചിട്ടാണ് നമ്മൾ ഈ പാനിലേക്ക് ഇടുന്നതും. അപ്പോൾ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറച്ചാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം റെഡി ആട്ടോ. നമ്മൾ ഈ ഉള്ളിവടയൊക്കെ തിന്നുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ഒരു പേടിയും ഇല്ലാണ്ട് ഈ വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ലഞ്ചായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഈ സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ നമുക്കൊരു സാധാരണ നമുക്ക് ഈ ഒരു റെഗുലർ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ വരുന്നൊരു ബോറടിയാണല്ലോ. നമുക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റാഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതിപ്പം അതൊന്നും ഇല്ല. ഇത് നമുക്ക് വളരെ നോർമലി നമ്മൾ കഴിക്കുന്നൊരു സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റും, എന്നാൽ ഭയങ്കര എഫക്റ്റീവായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നൊരു സാധനം. അപ്പോൾ ഈ ചോറിനൊക്കെ പകരം ഇതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ടാമത് ഞാനിട്ട് എന്ത് ചെയ്തു, ഒറ്റയടിക്ക് ഞാൻ എന്ത് ചെയ്തു, ഫുള്ളൊന്ന് പരത്തിയിട്ടു ആ പാൻ മുഴുവൻ ഒന്ന് ഒറ്റയടിക്കായിട്ട്. പിന്നെ നമുക്ക് പീസാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കണമെന്നില്ല, ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പരത്തി അങ്ങോട്ട് എടുത്തിട്ട് പീസാക്കിയിട്ട് കഴിച്ചാലും നമുക്ക് എളുപ്പമാണ്. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ഈ വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവരൊക്കെ. കാരണം നമുക്ക് എന്താ പറയുക, എങ്ങനെയെങ്കിലും ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് എപ്പോഴും എല്ലാവരും ഒരു ഭയങ്കര ആവശ്യമാണ്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്